അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് വഅലാ സയ്യിദിനാ അൽ ഇമാമി അബീ ബക്രിനിസ് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വഅലാ അസാതിദത്തിനാ വഅലാ മശായിഖിനാ വഅലാ വാലിദീനാ. ഏറ്റവും ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നാം പരിശുദ്ധ മദീനയിലെത്തി. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ആലിഹി വസല്ലമ തങ്ങൾക്ക് നാം സലാം ചൊല്ലി. അതുപോലെ മഹാനായ സയ്യിദുന അൽ ഇമാം അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനും മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനും നാം സലാം പറഞ്ഞു. ഇവിടെ നാം എല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാന വിഷയം, ആ സ്വാഹിബൈനി അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി ആലിഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അനുചരന്മാരിൽ രണ്ടാളുകളാണല്ലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. അഥവാ ഖലീഫത്തു റസൂലില്ല എന്ന പേരിൽ അറിയപ്പെടുന്ന സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ അമീറുൽ മുഅ്മിനീൻ എന്ന പേരിൽ ആദ്യമായി അറിയപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഈ രണ്ടാളുകളുടെയും മഹത്വങ്ങളാണ് നാം മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും അവരെ നാം വേണ്ടത്ര പരിഗണിക്കാതെ പോയേക്കാം. അതുണ്ടാവാൻ പാടില്ല. അതിനുവേണ്ടി ആ രണ്ട് മഹാന്മാരുടെ മഹത്വങ്ങൾ അല്പം പറയാം. അതൊരു ബറക്കത്തുമാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമ്മെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അവർ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യമക്കളെയും ഇഷ്ടജനങ്ങളെയും അല്ലാഹു പെടുത്തട്ടെ. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി ആലിഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങൾ പറഞ്ഞാൽ തീരില്ലെങ്കിലും, നാം അത് പറയാൻ അർഹരല്ലെങ്കിലും, പലപ്പോഴും നാം അവിടുത്തെ മഹത്വം പറയാറും കേൾക്കാറുമുണ്ട്. ഇനി പരിശുദ്ധ റബീഉൽ അവ്വൽ വരുന്നു. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അന്നും അവിടുത്തെ മഹിമകൾ നമുക്ക് കേൾക്കാൻ കഴിയും. എന്നാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും മഹത്വങ്ങൾ കേൾക്കാനുള്ള അവസരങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് അല്പം അത് നമുക്ക് പറയാം. ആരായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? മഹാനവർകൾ ഒരു സമ്പൂർണ്ണ മനുഷ്യനാണ്. അഥവാ നുബുവത്ത് എന്ന പദവിയല്ലാത്ത മറ്റെല്ലാ സ്ഥാനങ്ങളും നേടിയവരാണ്. ഒരു മനുഷ്യന് എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഒരു മനുഷ്യന് അള്ളാഹു നൽകുന്ന സ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സ്ഥാനമാണ് നുബുവത്ത്, പ്രവാചകൻ എന്ന പദവി. അതിൻ്റെ തൊട്ട് താഴെയുള്ള ആ പ്രവാചകൻ എന്ന പദവി അല്ലാത്ത അതിൻ്റെ ഏറ്റവും തൊട്ട് താഴെയുള്ള സിദ്ദീഖിയ്യത്ത് എന്ന് പറയുന്ന ഏറ്റവും മനുഷ്യൻ എത്തിപ്പിടിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ കിട്ടാവുന്ന രണ്ടാമത്തെ പദവി അലങ്കരിക്കുന്ന സമ്പൂർണ്ണ മനുഷ്യനാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തൻ്റെ 18-ാമത്തെ വയസ്സിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി ആലിഹി വസല്ലമ തങ്ങളുടെ കൂടെ കൂടിയതാണ്. ഹബീബിന് അന്ന് 20 വയസ്സാണ്. ഒന്ന് മനസ്സിൽ കൊണ്ടുവന്ന് നോക്കൂ. ആ പ്രായവും ആ ചങ്ങാത്തവുമൊക്കെ, ആ കൗമാരപ്രായത്തിൽ മൊട്ടിട്ട സൗഹൃദം ഒരു തരത്തിലുള്ള അസ്വാരസ്യങ്ങളുമില്ലാതെ തുടർന്നു. നാട്ടിലും യാത്രയിലുമൊക്കെ സന്തത സഹചാരിയായി ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജീവിച്ചു. 40-ാമത്തെ വയസ്സിൽ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ പുരുഷന്മാരിൽ ആദ്യത്തെ വിശ്വാസിയായി സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മാറി. അതൊക്കെ ഒരു സൗഹൃദത്തിൽ അത്രയും വിശ്വാസം വരണമെങ്കിൽ, എൻ്റെ ഇന്നലെ വരെയുള്ള കൂട്ടുകാരൻ എന്ന് ഞാൻ നബിയാണെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കണമെങ്കിൽ ആ സൗഹൃദ ബന്ധം അത്രയും മഹത്വമുള്ളതാവണം. മാത്രമാണോ, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വങ്ങളിൽപ്പെട്ടതാണ് അവരുടെ മാതാപിതാക്കൾ സ്വഹാബാക്കളാണ് എന്നത്.
3 ആൺകുട്ടികളും 3 പെൺകുട്ടികളുമാണ് അവർക്കുണ്ടായിരുന്നത്. അവർ 6 പേരും സ്വഹാബാക്കളാണ്. ആരാ ആൺകുട്ടികൾ ആരൊക്കെയാണ്? അബ്ദുള്ള റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു, മുഹമ്മദ് റളിയല്ലാഹു അൻഹു, ഇവരാണ് ആൺകുട്ടികൾ. അബ്ദുറഹ്മാൻ റളിയല്ലാഹുവിൻ്റെ ഖബർ പരിശുദ്ധ ജന്നത്തുൽ മുഅല്ലയിലാണുള്ളത്. 99ാമത്തെ ഖബറായി ഇന്നും അത് ഉയർപ്പോടെ നിൽക്കുന്നത് കാണാം. പെൺകുട്ടികൾ മഹദി അസ്മാ റളിയല്ലാഹു അൻഹ, ബഹുമാനപ്പെട്ട സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയപ്പെട്ട പത്നിയായ അസ്മാ റളിയല്ലാഹു അൻഹ. മറ്റൊരു പെൺകുട്ടി ആരാണ്? സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ, ഉമ്മുൽ മുഅ്മിനീൻ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ. മറ്റൊരു പെൺകുട്ടി ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയാണ്. ഇവരെല്ലാവരും ഇസ്ലാം മതം സ്വീകരിക്കുകയും അതുപോലെ ആ സ്വഹാബാക്കളായി മാറുകയും ചെയ്തവരാണ്. വലിയ മഹത്വമുള്ളവരാണ് എല്ലാവരും. അവരുടെ ഒന്നും ചരിത്രങ്ങൾ പറഞ്ഞാൽ തീരുകയില്ല. ഇങ്ങനെ മാതാപിതാക്കളും മക്കളും പേരമക്കളുമൊക്കെ സഹാബത്തായവർ വേറെ ഉണ്ടാവുകയില്ല സഹാബാക്കളുടെ കൂട്ടത്തിൽ. അപ്പം അതവരുടെ വലിയ മഹത്വമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉന്നത പദവിയും സ്ഥാനവും വിളിച്ചോതുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഇസ്രാ മിഅ്റാജിൻ്റെ ദിവസത്തിൽ മക്കയിലെ മുശ്രിക്കുകളൊക്കെ ആ സംഭവത്തോട് വിയോജിച്ചപ്പോൾ മഹാനവറുകൾ മാത്രം അത് സത്യമാണെന്ന് വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്ത മഹാനാണ്. ഒരു മടിയും അവർക്കുണ്ടായില്ല, ഒരു ശങ്കയും അവർക്കുണ്ടായില്ല. അങ്ങനെ ഹബീബ് പറഞ്ഞു, എങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു, അത് സത്യമാണ്, അത് കളവാകുകയില്ല എന്ന് ഉറക്കെ പറഞ്ഞ മഹാനാണ്. ഏത് വിഷയവും ഇപ്രകാരമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ പറഞ്ഞതാണോ അതിൽ പിന്നെ രണ്ടാമതൊരു ചിന്തയില്ല, സംശയമില്ല. അതപ്പടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്വസിക്കും. അതാണ് സിദ്ദീഖ് എന്നതിൻ്റെ സാരവും. കുടുംബത്തെയും പ്രിയപ്പെട്ട മക്കളെയും പരിശുദ്ധ മക്കയിൽ തനിച്ചാക്കി അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളോടൊപ്പം ഹിജ്റ പോയതും ജീവൻ പണയം വെച്ച് ഗാർ സൗറിൽ കഴിച്ചുകൂട്ടിയതും ബദറിലും ഹുദൈബിയയിലുമൊക്കെ ഉറച്ച തീരുമാനമെടുക്കുകയും തൻ്റെ ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അവിടുന്ന് മാനസികമായി തകരാതെ സമുദായത്തെ പിടിച്ചു നിർത്തിയും അതോടുകൂടെ അഥവാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തോടുകൂടെ മുർത്തദ്ദായി ഇസ്ലാമിൽ നിന്ന് വേർപിരിഞ്ഞു പോയവരോട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാതെ യുദ്ധം ചെയ്തതുമെല്ലാം അവിടുത്തെ അതിമഹത്തായ സവിശേഷതകളിൽ ചിലതാണ്. കൂടാതെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളുടെ അമ്മോശനാണ്. ചില്ലറ മഹത്വമൊന്നുമില്ലല്ലോ, അത് രണ്ടാം വാപ്പയല്ലേ, പിതാവല്ലേ. അമ്മോശനാണ് ആര്? മഹദി ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്ന ഭാര്യയുടെ ഉപ്പയല്ലേ. മാത്രവുമല്ല അവിടുത്തെ ഖലീഫയായിരുന്നു. ഖലീഫ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഖലീഫയായി കിട്ടുക എന്നത് ചില്ലറ സ്ഥാനമാണോ? ഏതാണ് ആ പദവി? ഖലീഫത്തു റസൂലില്ല എന്ന മഹാസ്ഥാനം. ഇന്നും അതവിടെ എഴുതി വെക്കപ്പെട്ടത് കാണാം മദീനയിൽ. ഖലീഫത്തു റസൂലില്ല എന്ന മഹാസ്ഥാനം ഇസ്ലാമിക ലോകത്ത് ആദ്യമായി ലഭിച്ച മഹാനായിരുന്നു ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് ആദ്യത്തെ ഹജ്ജിൻ്റെ അമീറായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിനെ മക്കയിലേക്ക് ഹജ്ജിന് കൊണ്ടുപോകാൻ നയിച്ചിരുന്ന അമീറായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മാഷാ അല്ലാഹ്. അതൊന്നുമല്ല, അതിലപ്പുറം മഹാനവരുടെ സ്ഥാനമെന്താ? ആദ്യമായി പരിശുദ്ധ ഖുർആനിനെ 2 ചട്ടക്കുള്ളിൽ ശേഖരിച്ച് മുസ്ഹഫ് രൂപത്തിൽ ആക്കിയത് മഹാനാണ്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് കാണാം, അഅ്ളമുന്നാസി അജ്റൻ ഫിൽ മസ്വാഹിഫി അബൂബക്കർ റളിയല്ലാഹു അൻഹു. ലോകത്ത് മുസ്ഹഫ് മൂലം ഏറ്റവും വലിയ പുണ്യം കിട്ടൽ ആർക്കാ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. കാരണം എന്താ? ഇന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു കാന അവ്വല മൻ ജമഅൽ ഖുർആന ബൈനൽ ലൗഹൈനി. അവരാണ് 2 ചട്ടക്കുള്ളിൽ വിശുദ്ധ ഖുർആനിനെ ശേഖരിച്ച് മുസ്ഹഫ് രൂപത്തിലാക്കിയത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. കോടാനക്കോടി മുസ്ലിമീങ്ങൾ അന്ന് മുതൽക്ക് ഇന്ന് വരേക്കും ഖിയാമത്ത് നാൾ വരേക്കും ആ മുസ്ഹഫിൻ്റെ രൂപം സ്വീകരിച്ചുകൊണ്ടല്ലേ ഇന്നും ഖുർആൻ ഓതുന്നത്.
എത്ര പുണ്യമാണ് മഹാനവർക്ക് അതിലൂടെ കിട്ടുന്നത് ഇല്ലേ? അതൊക്കെ ഒന്ന് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. മാത്രമല്ല അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട, അഥവാ ജീവിതകാലത്ത് തന്നെ ഇന്ന ഇന്ന ആളുകൾ സ്വർഗത്തിൻ്റെ അവകാശികളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്ത 10 സ്വഹാബത്തുണ്ട്, നിങ്ങളൊക്കെ സ്വർഗത്തിലാണ് എന്ന്. അവരിൽ ഒന്നാമത്തെ ആളാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതല്ല നമ്മൾ പറയുന്നത്, ആ മഹാനവറുകൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേനയാണ് ഈ അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട 5 പേരും ഇസ്ലാം മതം സ്വീകരിച്ചത്. ഇതുപോലെ മഹാനവറുകൾക്ക് മഹത്വമായിട്ട് ആരാണ് അതൊക്കെ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, സഅദ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ഈ 5 മഹാസ്വഹാബത്ത് പരിശുദ്ധ ഇസ്ലാം മതം സ്വീകരിക്കുന്നത് ആര് കാരണമായിട്ടാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഈ 5 പേരും ആരാണ്? അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ടവരാണ്. ഇതുപോലെ അവരുടെയും അവരുടെ സന്താന പരമ്പരയിലൂടെ ലോകത്ത് മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നതിൻ്റെ, ബിസ്മില്ലാ എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒക്കെ പുണ്യം ആർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നു. മിസ്ലു സവാബ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. മാഷാ അല്ലാഹ്, എത്ര വലിയ ഭാഗ്യമാണ് അവരൊക്കെ ജീവിതത്തിൽ ചെയ്തു വെച്ചത്. മാത്രവുമല്ല ബദർ, ഉഹദ് തുടങ്ങിയ തിരുനബി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നയിച്ച എല്ലാ യുദ്ധങ്ങളിലും ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പങ്കെടുത്തിട്ടുണ്ട്. ഒരു യുദ്ധത്തിലും പങ്കെടുക്കാത്തതില്ല. ബദരിയാണ് അല്ലേ, ഉഹദിയാണ്, ഖന്തക്കിയാണ്, ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിൻ്റെ റസൂൽ നയിച്ച എല്ലാ യുദ്ധങ്ങളിലും പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി യോദ്ധാവായി പോയ മഹാനാണ്. അത് ചില്ലറ മഹത്വമൊന്നുമല്ല. അതിൻ്റെയൊക്കെ മഹത്വം അറിയണമെങ്കിൽ ആ യുദ്ധങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കണം. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മഹാനവർ ചോദിക്കാണ്, യാ റസൂലല്ലാഹ് അയ്യുന്നാസി അഹബ്ബു ഇലൈക, നബിയെ അങ്ങേക്ക് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ളവരാരാ? വല്ലാത്തൊരു ചോദ്യമാണ്. തിരുനബി തങ്ങൾക്ക് ഇഷ്ടമുള്ളത്, തിരുനബിയോട് അങ്ങോട്ട് ഇഷ്ടമല്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇങ്ങോട്ട് ഇഷ്ടമുള്ളവരിൽ ആരാണ് ഏറ്റവും പ്രധാനി? ഖാല ആയിഷത്തു, അള്ളാഹു റസൂലുടനെ പറഞ്ഞു, എനിക്ക് ഏറ്റവും ജനങ്ങളെ കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ട എൻ്റെ പൊന്നു ആയിഷുവാണ്. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മിനർ റിജാലി, പുരുഷന്മാരിൽ ആരാണ് നബി അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം? ഖാല അബൂഹ, ആയിഷുമ്മാൻ്റെ ഉപ്പയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഉപ്പ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ആ ആയിഷ ബീവിയുടെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ബറക്കത്തുണ്ട്. അല്ലാഹു നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ അമ്മായിമ്മമാരെ, അമ്മോശന്മാരൊക്കെ അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്നെ പറഞ്ഞത് കാണാം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, ഞങ്ങളിങ്ങനെ ഗാർ സൗറിൽ ഒളിഞ്ഞിരിക്കുന്ന സമയത്ത്, ലൗ അന്ന അഹദഹും യൻദുറു ഇലാ ഖദമൈഹി ലഅബ്സറനാ തഹത ഖദമൈഹി, അല്ലാഹുവിൻ്റെ നബിയെ അവരൊന്ന് കുനിഞ്ഞു നോക്കുകയാണെങ്കിൽ നമ്മളവർ കാണും നബി, നമ്മളെന്താ ചെയ്യുക എന്ന് ബേജാറായി പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ മറുപടി എന്താ? മലന്നുക ബിഇസ്നൈനി അല്ലാഹു സാലിസുഹുമാ. ആ പദം ഒന്ന് ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കൂ. അറബിയുടെ മഹത്വം അറിയുന്നവർക്കറിയാം അതിൻ്റെ ചൊറുക്കും അതിൻ്റെ ഭംഗിയും മഹത്വവും ഒക്കെ. മലന്നുക, അല്ല സിദ്ദീഖ് അങ്ങെന്താ വിചാരിച്ചത്? ബിഇസ്നൈനി, നമ്മൾ രണ്ടാളെക്കുറിച്ച്, ഞാനും നിങ്ങൾ രണ്ടാളല്ലേ ഉള്ളത്, മൂന്നാമത്തെ ആരാ? അല്ലാഹു സാലിസുഹുമാ. നോക്കണം നിങ്ങൾ, ആ കൂട്ടുകെട്ടിൻ്റെ മഹത്വം എത്രയാണ്. അല്ലാഹു സാലിസുഹുമാ എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അതാനി ജിബ്രീലു, അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, അതാനി ജിബ്രീലു അലൈഹിസ്സലാം, എൻ്റെ അടുക്കൽ ജിബ്രീൽ വന്നു, എന്നിട്ട് ഫഅഖദ ബിയദി ഫഅറാനി ബാബൽ ജന്നത്തില്ലത്തി തദ്ഖുലു മിന്നു ഉമ്മത്തി. ആ ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ കൈ പിടിച്ച് എനിക്ക് സ്വർഗത്തിൽ, എൻ്റെ ഉമ്മത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന വാതിലും അതിൻ്റെ ഉള്ളൊക്കെ കാണിച്ചു തന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് വദിത്തു അന്നി കുന്തു മഅക അത്താ അൻദുറ ഇലൈഹി. അല്ലാഹുവിൻ്റെ ഹബീബേ, അങ്ങ് ആ സ്വർഗത്തിൽ നോക്കുന്ന സമയത്ത് പാവപ്പെട്ട സിദ്ദീഖ് നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോയി. കാരണം എന്താ? ആ സ്വർഗം ഒന്ന് കാണുകയെങ്കിലും ചെയ്യാമായിരുന്നല്ലോ, ഒന്നതിൻ്റെ ഉള്ളിലേക്ക് എനിക്ക് നോക്കാൻ പറ്റുമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ
അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, അമാ അറിയുക സിദ്ദീഖ്, ഇന്നക യാ അബൂബക്കറിൻ അവ്വലു മൻ യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മത്തി. അല്ലാഹ്, എന്താണ് സ്ഥാനം? ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എൻ്റെ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക അങ്ങാണ് എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്തു. മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ആര് പറയുന്നു, അസറിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾ പറയുന്ന ഹദീസ് എന്ന് പറയാം, ഇത് അസറാണ്. ആരാ പറയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, അബൂബക്കറിൻ സയ്യിദുനാ വ ഖയ്യിറുനാ വ അഹബ്ബുനാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. സയ്യിദുനാ വ ഖയ്യിറുനാ വ അഹബ്ബുനാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഞങ്ങളുടെ നേതാവാണ്, ഞങ്ങളിൽ ഏറ്റവും ഉത്തമരാണ്, അള്ളാഹിൻ്റെ റസൂലിലേക്ക് ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മഹാനായിരുന്നു. നോക്കണം നിങ്ങൾ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ മഹാനാണ് നമ്മൾ സലാം പറയുന്നത്. ബഹുമാനപ്പെട്ട മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട മദ്ഹബിൻ്റെ ഇമാമായ മാലിക് റളിയല്ലാഹു അൻഹു, ഹാറൂൺ റഷീദ് എന്ന അന്നത്തെ രാജാവ്, അവര് മാലിക് റളിയല്ലാഹു അൻഹു ചോദിക്കണേ, യാ മാലിക്കു സിഫ്ലി മക്കാന അബീബക്കറിൻ വ ഉമറ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാലിക്, നിങ്ങൾ വലിയ ഉസ്താദല്ലേ, നിങ്ങളെനിക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള ബന്ധവും സ്ഥാനവും ഒന്ന് പറഞ്ഞു തരുമോ? മഹാനവൾ പറഞ്ഞ മറുപടി, യാ അമീറൽ മുഅ്മിനീൻ, ഓ രാജാവേ, ഖുർബുഹുമാ മിൻഹു ഫീ ഹയാത്തിഹി കഖുർബി ഖബറൈഹിമാ മിൻ ഖബരിഹി. ഒന്നും പറയണ്ട, വളരെ ചുരുങ്ങിയ വാക്കിൽ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ കണ്ടില്ലേ അമീറുൽ മുഅ്മിനീൻ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇന്ന് കിടക്കുന്നത് ഇവിടെ അള്ളാഹിൻ്റെ റസൂലിനെ തൊട്ടുരുമ്മിക്കൊണ്ടല്ലേ, അവിടുത്തെ ചാരത്തല്ലേ അന്തി ഉറങ്ങുന്നത്. അതേപോലെ തന്നെയായിരുന്നു ജീവിതകാലത്തിലും അവരുമായിട്ടുള്ള ബന്ധം, വേർപിരിയാത്ത ബന്ധമായിരുന്നു അത്. അതൊരു വല്ലാത്ത ബന്ധമായിരുന്നു. ഫഖാൽ, അമീറുൽ മുഅ്മിനീൻ ഹാറൂൻ റഷീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഷഫൈതനി യാ മാലിക്, ഷഫൈതനി യാ മാലിക്, മതി, എനിക്കെമ്പാടും ബോധ്യപ്പെട്ടു മാലിക് തങ്ങളെ, ഇനി പറയേണ്ടെന്ന ആവശ്യമില്ല, അവരുടെ സ്ഥാനം എനിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു, എമ്പാടും ഇത് മതിയെന്ന്. പിന്നെ ജാഹിലിയ കാലത്ത് തന്നെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിഗ്രഹങ്ങളെ പുൽകുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യാത്ത മഹാനാണ്. അങ്ങനെ എത്രയോ നൂറുകണക്കിന് വിഗ്രഹങ്ങൾ ആരാധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചത്. പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു വിഗ്രഹത്തെയും ആരാധിച്ചിട്ടില്ല, കള്ള് കുടിച്ചിട്ടില്ല. കള്ള് ഹലാലായിരുന്നു അന്ന്, കള്ള് ഇസ്ലാം വന്നതിന് ശേഷമല്ലേ നിരോധിക്കുന്നത്, എമ്പാടും കുടിച്ചിരുന്ന. പക്ഷേ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ നാവിലേക്ക് കള്ള് കുടിച്ചിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട ഇത് കേൾക്കുന്ന എൻ്റെ സഹോദരന്മാരെ, കള്ള് നാം വളരെയധികം പേടിക്കേണ്ടുന്ന ഒന്നാണ്. എല്ലാ തെറ്റുകൾക്കും അത് കാരണമാവും. നാം അത് കുടിച്ചു പോകരുത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്നേഹം കൊണ്ട്, മഹത്വം കൊണ്ട് നമ്മയും നമ്മുടെ മക്കളെയും ഒക്കെ അതിൽ നിന്ന് അല്ലാഹു കാക്കട്ടെ, മയക്കുമരുന്നിൽ നിന്ന് കാക്കട്ടെ. അതുപോലെ ഒരു അനാവശ്യങ്ങളിലും അവിടെ നിന്ന് ഇടപെട്ടിട്ടില്ല. ജാഹിലിയ കാലത്ത് പോലും, ഇസ്ലാം വരുന്നതിന് മുമ്പ് പോലും ഇസ്ലാം ഇഷ്ടപ്പെടാത്തൊരു കാര്യങ്ങളും ചെയ്യാത്ത മഹാനാണ്. എന്നാൽ മക്കയിൽ ഇസ്ലാം വരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഉന്നത സ്ഥാനവും സൽപ്പേരും ഉണ്ടായിരുന്നു. ജനങ്ങൾ നേതാവായി കണ്ട ആളായിരുന്നു. മാത്രമല്ല വലിയ സമ്പന്നനും മനുഷ്യസ്നേഹിയുമായിരുന്നു. ദാനധർമ്മത്തിൻ്റെ ഉടമയായിരുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ സർട്ടിഫിക്കറ്റ് നൽകിയത് കാണാം. അവിടുന്ന് പറഞ്ഞു, മാ നഫഅനി മാലുൻ ഖത്തു മാ നഫഅനി മാലു അബീ ബക്കറിൻ റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ധനം എനിക്ക് ഉപയോഗപ്പെട്ടതുപോലെ മറ്റൊരാളുടെയും ധനം എനിക്ക് ഉപയോഗപ്പെട്ടിട്ടില്ല, അഥവാ ഇസ്ലാമിന് ഉപയോഗപ്പെട്ടിട്ടില്ല. എനിക്ക് കാരണം റസൂലുള്ളാഹിൻ്റെ പേരിൽ അരി വാങ്ങാനല്ല, മറിച്ച് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ധനം ഉപകാരപ്പെട്ട അത്രേ മറ്റൊരാളുടെയും ധനം ഉപകാരപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫബക, അവിടുന്ന് കരഞ്ഞുപോയി എന്ന ഈ സർട്ടിഫിക്കറ്റ് കേട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹൽ അന വമാലി ഇല്ലാ ലക യാ റസൂൽ, ഞാനും എൻ്റെ ധനമൊക്കെ അങ്ങേക്കാണ് നബി, അങ്ങേക്ക് എന്തും അതിൽ ചെയ്യാം, അത് അങ്ങേക്കുള്ളതാണെന്ന് പറഞ്ഞ് അവിടുന്ന് കരയുകയുണ്ടായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തോ ഒരു പിരിവ് നടത്തി ഒരു അത്യാവശ്യത്തിന് വേണ്ടി. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയും, ഇന്ന് എൻ്റെ കയ്യിൽ കുറച്ച് പണമുണ്ട്, ഇന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തോൽപ്പിക്കണം,
എന്നും മഹാനവറുകളാണല്ലോ ദാനധർമ്മത്തിൽ മുന്നിട്ട് നിൽക്കുക. ഇന്ന് എൻ്റെ അടുത്ത് പണമുണ്ട്, ഞാനത് കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ ഫജീത്തു ബിനിസ്ഫി മാലി, എൻ്റെ കയ്യിലുള്ള പണത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ പകുതിയുമായി ഞാൻ റസൂലുള്ളാഹിൻ്റെ അടുക്കൽ വന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ ബഖൈത ലി അഹ്ലിക അല്ല ഉമർ, നിങ്ങളെ കുടുംബത്തിന് വേണ്ടി എന്താണ് വീട്ടിൽ മാറ്റിവെച്ചത്? ഖുൽതു മിസ്ലഹു, ഇതുപോലത്തത് വീട്ടിലുണ്ട്, അഥവാ പകുതി വീട്ടിലുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വാത്താ അബൂബക്കർ റളിയല്ലാഹു അൻഹു ബികുല്ലി മാ ഇൻദഹു, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ കയ്യിലുള്ള മുഴുവനുമായിട്ട് വന്നു. ഇതൊന്നും കഥല്ല കേട്ടോ, അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ബഹുമാനപ്പെട്ട നബി തങ്ങൾ ചോദിച്ചു, മാ ബഖൈത ലി അഹ്ലിക അല്ല സിദ്ദീഖ്, നിങ്ങളെന്താ വീട്ടുകാർക്ക് മാറ്റി വെച്ചത്? എല്ലാം കൂടെ അങ്ങോട്ട് കൊണ്ടുവന്ന അവിടെ എന്താ ഉള്ളത്? ഖാല അബ്ഖൈതു ലഹുമുല്ലാഹ വറസൂലഹു, ഒന്നുമില്ല നബിയെ, അല്ലാഹും റസൂലും ഉണ്ട്. അള്ളാഹുവിനെയും റസൂലിനെയുമാണ്, അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ലാ ഉസാബികുക ഇലാ ഷൈഇൻ അബദ, നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല സിദ്ദീഖേ. അവിടുത്തെ ദാനധർമ്മത്തിൻ്റെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. മുസ്ലിമായതിൻ്റെ പേരിൽ യജമാനന്മാരിൽ നിന്ന് പീഡനങ്ങൾ അനുഭവിച്ചിരുന്ന 9 അടിമകളെ അവിടുന്ന് പണം കൊടുത്ത് വാങ്ങി സ്വതന്ത്രരാക്കി വിട്ടിട്ടുണ്ട്. എത്ര വലിയ സേവനമാണ് ഇതൊക്കെ. സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പണ്ഡിതനും മഹാനവറുകളായിരുന്നു. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാർ രേഖപ്പെടുത്തിയത് കാണാം. വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും മനഃപ്പാടമുള്ള വലിയ പാണ്ഡിത്യമുള്ള ആളായിരുന്നു ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്ന്. അതുപോലെ ബഹുമാനപ്പെട്ട ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രധാനപ്പെട്ട 4 പ്രത്യേകത, ഒരുപാട് പ്രത്യേകതയിൽ 4 എണ്ണം. ഒന്നെന്താ? അത് സിദ്ദീഖ് എന്ന പേര് തന്നെ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ഇട്ട പേരല്ല. സിദ്ദീഖ് എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്തിന് തെളിവുള്ള പേരാണ്. മാത്രമല്ല ഗാർ സൗറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം കൂടാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ്. ഹിജ്റയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സഹചാരിയാവാൻ ഭാഗ്യം ലഭിച്ച ആളാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിരക്കണക്കിന് സ്വഹാബത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി കൽപ്പിച്ച ആളാണ്. നിങ്ങൾ ഇമാമ നിൽക്കൂ, അത് വലിയ ഒരു സ്ഥാനമല്ലേ? അങ്ങനത്തെ സ്ഥാനമുള്ളവരാണ്. ഇനിയും ഒരുപാട് മഹിമകൾ പറയാനുണ്ട്, സമയം വളരെ വൈകിപ്പോയി. മുമ്പ് മക്കയുടെ വിശേഷങ്ങൾ പറഞ്ഞപ്പോൾ ഗാർ സൗറിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് മഹാനവരുടെ പല മഹത്വങ്ങളും നാം പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ അസ്സലാമു അലൈക യാ ഖലീഫത്ത റസൂലില്ലാ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിൽ ചെന്ന് സലാം പറയുമ്പോൾ ഈ മഹത്വങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരണം. അവിടുത്തേക്ക് പ്രത്യേകം യാസീനും മറ്റും ഓതണം. അവരോടുള്ള സ്നേഹവും ആദരവും എപ്പോഴും നമ്മുടെ കൽബിൽ ഉണ്ടാവണം. ജസാക്കല്ലാഹു അൻ ഉമ്മത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈറൽ ജസാ പോലുള്ള ദുആ ആത്മാർത്ഥമായവർക്ക് വേണ്ടി ഉരുവിടണം. അവർക്ക് സ്ഥാനത്തിൻ്റെ കുറവൊന്നുമില്ല, പക്ഷേ അതിൻ്റെ ബറക്കത്ത് നമുക്ക് തിരിച്ചു കിട്ടും. അതിനു വേണ്ടി അവിടുത്തെ സന്താന പരമ്പര ഇന്നും ലോകത്ത് പരന്നു കിടക്കുന്നുണ്ട്. സിദ്ദീഖി, അതുപോലെ ബഖരി, മഖ്ദൂമി എന്നൊക്കെ പേരിൽ ഇന്ത്യയിലും ലോകത്തൊട്ടുക്കും അവിടുത്തെ സന്താന പരമ്പര കാണാം. ഇസ്ലാമിക ലോകത്തെ അറിയപ്പെട്ട പല ഇമാമുകളും സിദ്ദീഖി കുടുംബമാണ്. പൊന്നാനി മഖ്ദൂമുകളെ പോലെ അവരെയൊക്കെ നാം സ്നേഹിക്കണം, ആദരിക്കുകയും വേണം. ആരെയും നാം ആക്ഷേപിക്കാതിരിക്കുക. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അഹ്ഖാഫ് എന്ന സൂറത്തിലെ 15-ാമത്തെ ആയത്തിലുള്ള റബ്ബി ഔസിഇനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർളാഹു വഅസ്ലിഹ് ലീ ഫീ ദുർരിയത്തി എന്ന ദുആ. ഇത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്ത ദുആയാണെന്ന് പല മുഫസ്സിരീങ്ങളും പറഞ്ഞത് കാണാം. എന്താ? വഅസ്ലിഹ് ലീ ഫീ ദുർരിയത്തി, എൻ്റെ സന്താന പരമ്പരയെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണം അല്ലാഹ് എന്നാണല്ലോ ദുആ ചെയ്തത്. ആ ദുആ ഇന്നും അവിടുത്തെ കുടുംബത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മഹാനവറുകളുടെ പ്രത്യേക നോട്ടം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാ അതിൻ്റെ റിസൾട്ട് അല്ലാഹു തആല പറഞ്ഞതെന്താ? തൊട്ട് ശേഷമുള്ള ആയത്തിൽ പറഞ്ഞത് കാണാം, ഉലൈക അല്ലദീന നതഖബ്ബലു അൻഹും അഹ്സന മാ അമിലു. മാഷാ അല്ലാഹ്, അവരുടെ സൽക്കർമ്മങ്ങളൊക്കെ നാം സ്വീകരിക്കും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബ പരമ്പരയിലുള്ള മക്കളിലുള്ള സൽക്കർമ്മങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കും. പിന്നെയോ വനതജാവസു അൻ സയ്യിആത്തിൻ, അവരുടെ തിന്മകളൊക്കെ നാം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും.
ഫീ അസ്ഹാബിൽ ജന്ന, അവരെ സ്വർഗത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തും. ഇത് ചില്ലറ മഹത്വമാണോ? ആ തഫ്സീർ അനുസരിച്ച് ഇത് വലിയ മഹത്വമാണ്, ചില്ലറ മഹത്വമല്ല. അതുകൊണ്ട് അവരെയും അവരുടെ കുടുംബത്തെയും ഒക്കെ നാം ആദരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ബറക്കത്തുകൊണ്ട് അവിടുത്തെ മകളായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയായ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുടെയും മറ്റ് സന്താനങ്ങളുടെയും പേരമക്കളുടെയും ഒക്കെ ബറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും കബൂലാക്കട്ടെ. എൻ്റെ ഈ വോയിസ് കേൾക്കുന്ന എല്ലാവർക്കും അള്ളാഹു മഹാനവറുകളെ സിയാറത്ത് ചെയ്യാനുള്ള മഹാ തൗഫീക്ക് നൽകട്ടെ. അവിടുത്തെ ഷഫാഅത്ത് കൊണ്ട് സ്വർഗത്തിലെത്തുന്ന സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെയും നമ്മുടെ ബഹുമാനപ്പെട്ട മാതാപിതാക്കളെയും നമ്മുടെ ഭാര്യമക്കളെയും നമ്മുടെ ഇഷ്ടജനങ്ങളെയും ഉസ്താദുമാരെയും മശായിഖന്മാരെയും എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.